അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് ലോകാനുഗ്രഹിയായ പ്രവാചകൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് കോലാഹലങ്ങൾ നടക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. യഥാർത്ഥത്തിൽ എന്തു തന്നെയായാലും നബിതങ്ങളുടെ ജന്മദിനം എന്നാണ് എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നബിതങ്ങളുടെ ജന്മം നടന്ന മാസം തീർച്ചയായിട്ടും ഈ റബീഉൽ അവ്വൽ മാസം തന്നെയാണ്. അപ്പോൾ ഈ റബീഉൽ അവ്വൽ മാസം എന്ന് പറയുന്നത് 1 മുതൽ 30 വരെ നമ്മുടെ പള്ളികളിലും മറ്റു മദ്രസകളിലുമൊക്കെ അലങ്കാര ദീപങ്ങൾ കൊളുത്തുകയും, ആലോചിച്ച് നോക്കണം, അതോടൊപ്പം തന്നെ നബിദിനം ആഘോഷമാക്കിയെടുക്കുകയും ഇതിൽ വലിയ ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. 1400 കൊല്ലം മുമ്പ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മം കൊണ്ട് ഇന്ന് സന്തോഷ വാർത്ത. ജന്മം തീർച്ചയായിട്ടും സന്തോഷ വാർത്തയാണ്. മഹാനായ യഹ്യാ നബിയെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞിടത്തും ഈസബിന് മറിയമിനെക്കുറിച്ച് പറഞ്ഞിടത്തും വഅന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ ബികലിമത്തിൻ മിനല്ലാഹി സയ്യിദൻ വഹുസൂറൻ വനബിയ്യൻ മിനസ്സാലിഹീൻ. അള്ളാഹു സന്തോഷ വാർത്തയായിട്ട് യഹ്യായെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ അന്നല്ലാഹ യുബശ്ശിറുക ബികലിമത്തിൻ മിന്നു ഇസ്മുഹു ഈസബിന് മറിയം, ഇസ്മുൽ മസീഹ ഈസബിന് മറിയം. അപ്പോൾ എന്ന മാതിരി ഉദ്കുറു ഫിൽ കിതാബി മറിയം, ഉദ്കുറു ഫിൽ കിതാബി മൂസ, ഉദ്കുറു ഫിൽ കിതാബി ഇദ്രീസ്. ഇങ്ങനെ ഒട്ടനേകം വചനങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം. പ്രവാചകരെ താങ്കൾ ഓർമ്മപ്പെടുത്തുക, അല്ലെങ്കിൽ സ്മരണ പുതുക്കുക, പറഞ്ഞു കൊടുക്കുക ഇവരെക്കുറിച്ചൊക്കെ. അവരുടെ ജീവിതത്തിൻ്റെ ഉത്കൃഷ്ടമായ, അവരുടെ ജീവിതത്തിൻ്റെ ആ മഹത്വമായിട്ടുള്ള സന്ദേശങ്ങൾ, അവർ എന്തിനാണ് എങ്ങനെയാണ് ജീവിച്ചത്, ഇതാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് പൊലിഞ്ഞ്, ഒരൊറ്റ ദിവസം കൊണ്ട് എന്താ പറയുക, ആഘോഷിക്കുകയും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആഘോഷം അവസാനിപ്പിക്കുകയും എന്നിട്ട് പൊരുവഴികളിലും മറ്റും ഗതാഗത തടസ്സമുണ്ടാക്കി. നോക്കണം, മറ്റു എന്താ പറയുക, ഡിസ്പോസിബിൾ എന്ന് പറയുന്ന ഗ്ലാസുകളും പാത്രങ്ങളുമൊക്കെ എന്താ പറയുക വഴികളിൽ മുഴുനീളെ വിതറിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൽ ഈമാനു ബിദുഹും വസബ്ഹൂന ശുഹബ. ഈ വിശ്വാസത്തിന് 70-ലധികം ശാഖകളുണ്ട് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പോൾ അത് വഴിയിൽ നിന്ന് ഗതാഗത സൗകര്യമുണ്ടാക്കുക എന്നാണ്. വഅദ്നാഹ ഇമാതത്തുൽ അദാനി തരീഖ്. നോക്കണം, അപ്പോൾ വഴിയിൽ ഒരു വൃത്തികേടുണ്ടാക്കുക എന്നതല്ല, തടസ്സമുണ്ടാക്കുക എന്നതല്ല, വഴിയിൽ ക്ലീൻ ഇമേജ് ഉണ്ടാക്കുക. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് എന്തൊന്ന് പഠിപ്പിച്ചുവോ അതാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹം. അതുകൊണ്ട് തന്നെയാണ് 1400 കൊല്ലം മുമ്പ് തിരുനബി പറഞ്ഞു, അഥവാ ഇതര വിഭാഗങ്ങളുമായിട്ട് ചാണോട് ചാൺ അടുക്കുന്ന ഒരു കാലഘട്ടം. ഇതിന് ഇവർക്ക് വ്യക്തമായ തെളിവൊന്നും വേണ്ട, സനദുകളൊന്നും വേണ്ട, അവർക്ക് വിശുദ്ധ ഖുർആൻ വേണ്ട. അപ്പോൾ വേറെ പലതുമാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നബിയെ സ്നേഹിക്കാത്തവർ മുഴുവനും എന്താ പറയുക, നരകത്തിൽ, അല്ലെങ്കിൽ കാഫിറുകൾ, ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ നരേന്ദ്രമോദി, BJP അംഗീകരിക്കാത്തവരൊക്കെ ദേശദ്രോഹികൾ, അഥവാ BJPൻ്റെ നയത്തെ എതിർക്കുന്നവർ മുഴുവനും രാജ്യദ്രോഹികളാണ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഈ രണ്ട് സുന്നികളും പറയുന്നത്. നബിദിനത്തെ അംഗീകരിച്ചില്ല, അത് ആഘോഷിച്ചില്ല എങ്കിൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്ത്, അല്ലെങ്കിൽ അവർ നബിയുടെ ശത്രുക്കൾ, വഹാബികൾ, മൗദൂദികൾ എന്നൊക്കെ പറയും, പഴച്ച വർഗങ്ങൾ. അപ്പോൾ യഥാർത്ഥത്തിൽ പഴച്ചത് ആരാണ്? ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആൻ്റെ ഒരു വചനം ഓതിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിന് തുടക്കമിടുകയാണ്. നമ്മൾ പിഴച്ചു പോവാതിരിക്കാനാണ് അള്ളാഹുവും അവൻ്റെ ദൂതനും തറക്കത്തു ഫീക്കും അംറയിൻ എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ മരണാസന്ന ഘട്ടത്തിൽ പോലും പറഞ്ഞത് എന്താണ്? 2 കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണം. എന്താണ് അത്? കിതാബില്ലാഹി വ സുന്നത റസൂലിഹി. അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥവും അവൻ്റെ റസൂലിൻ്റെ വചനവുമാണത്. അത് മുറുകെ പിടിച്ച് നിങ്ങൾ ജീവിക്കുവോളം നിങ്ങൾ പരാജയപ്പെടില്ല. പക്ഷേ 99% ആളുകളും അതിനെ മുറുകെ പിടിച്ചില്ലെന്ന് മാത്രമല്ല, അതിനെ വലിച്ചെറിഞ്ഞ് പുച്ഛിച്ചു കളഞ്ഞു. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഹൂനി യുഹിബ്ബുക്കും. പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കൂ എന്നാണ്. എല്ലാവർക്കും ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കണ്ടെത്താൻ പറ്റും ഇതിൻ്റെ അർത്ഥമൊക്കെ. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ആരാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നത്? ഫത്തബിഹൂനി യുഹിബ്ബുക്കുമുല്ലാഹ്, എന്നെ പിന്തുടരുക, ഞാൻ എന്തൊന്നാണോ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകാ പഠനം, ആ പഠനം നിങ്ങൾ പഠിച്ച് അതേപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതാണ്
മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി ഒന്നും കൂടെ വിശദീകരിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, എൻ്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിപ്പിക്കുക, അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുലർത്തുക. അതാണ് മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. അതാണ് എൻ്റെ സുന്നത്തിനെ ആര് പ്രിയം വെക്കുന്നുവോ, അനുധാവനം ചെയ്യുന്നുവോ, അവരാണ് യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിക്കുന്നവർ. അതുകൊണ്ടാണ് ഏകദേശം ഇബ്നു ഹജർ അസ്കലാനി തൻ്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, 300 നല്ല കാലങ്ങൾക്ക് ശേഷം, പ്രവാചകൻ്റെ മരണശേഷം, വഫാത്തിനു ശേഷം ആദ്യത്തെ 300 എന്ന് പറയുന്ന 3 നൂറ്റാണ്ട് നല്ല കാലമായിരുന്നു. ആ നല്ല കാലത്തിനു ശേഷം യാതൊരു വിവരവും മതപരമായ അറിവുമില്ലാതിരുന്ന മുളഫർ എന്ന ഒരു വഴിപിഴച്ച രാജാവ് താൻ തോന്നിയ മാതിരിയൊക്കെ ഇങ്ങനെ ആഘോഷിച്ചു. നബിയെ എന്തുകൊണ്ട് നബിയുടെ ജന്മദിനം നമുക്ക് ആഘോഷിച്ചുകൂടാ? എന്തുകൊണ്ടെന്നാൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുശ്രിക്കുകളും അവർ ഓരോ ആഘോഷം നടത്തുന്നുണ്ട്, ഇന്നും നടത്തുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം കൃഷ്ണ ജന്മദിനം എന്ന് പറയുന്ന എന്താ പറയുക, നവമി ആഘോഷങ്ങൾ അഥവാ അഷ്ടമി ദിവസങ്ങൾ, വിജയദശമി ദിവസങ്ങൾ ആഘോഷമാക്കിയെടുക്കുന്നു. അതോടൊപ്പം തന്നെ യേശുവിൻ്റെ പേരിൽ അവർ ഒരു ഡിസംബർ 25-ന് അവർ ക്രിസ്തുമസ് ദിനം ആചരിക്കുന്നു. അതുപോലെ തന്നെ ജൂതന്മാർ പിഴച്ച വർഗ്ഗങ്ങളൊക്കെ ഇത് ചെയ്തിരുന്നു. അപ്പോൾ ഒരു പിഴച്ച രാജാവ് മുളഫർ, ആ രാജാവ് പറഞ്ഞു, എന്തുകൊണ്ട് നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി, ആ മുഹമ്മദ് നബിയെ നമ്മൾ എന്തുകൊണ്ട് ഒരു ജന്മദിനം ആചരിച്ചുകൂടാ? അങ്ങനെ ആ പിഴച്ച അത് തഴവ പറയുന്നുണ്ട്. ആലോചിച്ച് നോക്കണം. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, ഇത് ഹിജ്റ 300-നു ശേഷം വന്നതാ, ഇതേതോ മുദഫർ എന്ന രാജൻ കൊണ്ടുവന്നതാ എന്ന് പറഞ്ഞാൽ ഇത് മഹാസൂഫിയായിട്ടുള്ള തഴവയുടെ ബെയ്ത്തിൽ നിന്ന് ഒരു 3-4 വരി മാത്രം എൻ്റെ ഓർമ്മയില്ലെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ പുലർത്തുക, ഇടപാടുകൾ, എല്ലാ കാര്യങ്ങളും അതിന് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്, പ്രവാചക സുന്നത്തുകളുണ്ട്. ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ എന്താ പറയുക, ഞാൻ വിശുദ്ധ പ്രവാചകൻ്റെ ചില അനുഭവങ്ങൾ, അവിടുത്തെ ചിത്രീകരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചിത്രങ്ങൾ വഴി എന്തായിരുന്നു റസൂലുള്ളാഹിൻ്റെ വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ, നബി തങ്ങളുടെ അവസ്ഥ എന്താണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം.